അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ അനിയത്തി സെറ്റാക്കാണ്. കുറേ ആഗ്രഹിച്ചു ഒരു ട്രെയിൻ ഓടിക്കാനായിട്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് കിട്ടിയ ട്രെയിനിൻ്റെ പോലെ തന്നെ എല്ലാവർക്കും കിട്ടണമെന്നില്ല. പക്ഷേ ചെറിയൊരു പണി കിട്ടിയത് ഗൈസ്. അപ്പോൾ സക്സസ്ഫുള്ളി നമ്മുടെ ട്രെയിൻ കേടായിരിക്കുകയാണ്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ക്രിസ്മസ് വൈബ് പിടിക്കാൻ പോവാണ്. ക്രിസ്മസ് ഒക്കെ വരാൻ പോവാണ്. 25 ക്രിസ്മസ് ആണ്. സോ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ക്രിസ്മസ് പറയുകയാണ്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും ഒരു ചെറിയൊരു ക്രിസ്മസ് വൈബ് പോലെ ഒരു RC ട്രെയിനാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിലാണ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുവരെ RC ട്രെയിനിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ RC പ്ലെയിൻ, RC കാർസൊക്കെ ചെയ്തിട്ടുണ്ട്, RC ബൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ നമ്മുടെ RC ട്രെയിനിൻ്റെ വീഡിയോസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ RC ട്രെയിൻ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആ ഒരു ട്രെയിനെ കാണാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ എക്സൈറ്റഡ് ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഒരുപാട് പേര് കമൻറ്റ് അടിച്ചൊരു RC ട്രെയിൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് RC ട്രെയിനിൻ്റെ വീഡിയോ ചെയ്യാൻ വിചാരിച്ചത്. നമ്മളിത് വാങ്ങിച്ചിട്ട് ഓർഡർ ചെയ്തിട്ട് ഒരു 2 ആഴ്ച മേലെയായി. ഐറ്റം ഇപ്പോൾ ഇന്നാണ് വന്നത്. സോ നിങ്ങൾ കൂടി കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഗൈസ് നമ്മുടെ ട്രെയിൻ എന്ന് പറയുന്നത്, RC ട്രെയിൻ എന്ന് പറയുന്നത്. സോ ഞാൻ ആദ്യമായിട്ടാണ് ഒരു RC ട്രെയിൻ വാങ്ങുന്നത്. സോ നിങ്ങൾ ഓൾറെഡി ഈ സംഭവം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നെക്സ്റ്റ് ഇത് പ്രൊഡക്റ്റ് വാങ്ങുന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറ. ഓക്കെ. പിന്നെ പലരും വീഡിയോ ലൈക്ക് ചെയ്യാനാണ് വീഡിയോസ് കാണുന്നത്. ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. അപ്പോൾ പോയ ഒരു ലൈക്ക് അപ്പോൾ ഇത് കിടിലും കണ്ടന്റ്സ് കാണാനൊക്കെ പറ്റും. ഇതാണ് നമ്മുടെ RC ട്രെയിനിൻ്റെ പെട്ടി എന്ന് പറയുന്നത്. സോ ഇതിനുള്ളിൽ ഈ പെട്ടിയുടെ ഉള്ളിൽ എന്തൊക്കെ വരുന്നത് നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ ഒരു ക്ലാസിക് ട്രെയിൻ സീരീസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സോ ഞാൻ ആദ്യം തന്നെ ഇത് ഓർഡർ ചെയ്തേക്കുന്നത് നമ്മുടെ ചൈനയിൽ നിന്നാണ്. സോ ആമസോണിലും പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. സോ ആമസോണിലേക്ക് തോന്നുന്നു ഇതിനേക്കാൾ കുറച്ചുകൂടി റേറ്റ് കുറവുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഓടിച്ചാടി ബാങ്കുട്ടിൽ നിന്ന് ഓർഡർ ചെയ്തു. സോ എന്തായാലും നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. സോ ദ ബെസ്റ്റ് ഗിഫ്റ്റ് ഫോർ യുവർ ചൈൽഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ റിമോട്ട് കാര്യങ്ങൾ വന്നിക്കുന്നത്. പിന്നെ ഏകദേശം ഈ കളറൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ ട്രെയിന് കാര്യങ്ങൾ വന്നിക്കുന്നുണ്ട്. ഓക്കെ. സോ ഇവിടെ എന്തൊക്കെ എൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ടെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനുള്ളിൽ സ്മോക്കൊക്കെ പോവും. അതിൻ്റെ ഒരു ഫീച്ചറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ട്രെയിനിൻ്റെ പെട്ടി എന്ന് പറയുന്നത്. സോ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. സോ ജസ്റ്റ് അൺബോക്സ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ പലരും ചോദിക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് തന്നുകൂടെയെന്ന്. സോ അതിൻ്റെ കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒന്നാമത് നമ്മുടെ യൂട്യൂബിൽ ഗീവ് അവേ ചെയ്യാൻ പാടില്ല, ഇൻസ്റ്റാഗ്രാമിൽ ഗീവ് അവേ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ, അതുകൊണ്ടാണ്. സോ എങ്ങാനും ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്തിരിക്കും. ഇതിൽ സൗണ്ട് ഉണ്ട്, ബാറ്ററി ഉണ്ട്, കാര്യങ്ങളൊക്കെ ഇന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നെ എന്തായാലും ഞാൻ ഓപ്പൺ ചെയ്ത് നേരത്തെ. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ RC ട്രെയിനൊക്കെ ഇരിക്കാൻ കാണാൻ പറ്റും. എൻ്റെ മോനെ, നമ്മുടെ വിൻറ്റേജ് ട്രെയിനൊക്കെ ഇല്ലേ പണ്ടത്തെ കാലത്തെ ആ ഒരു വൈബാണ്. ഇതാണ് ഇതിൻ്റെ റിമോട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ബാറ്ററിയും കാര്യം ഇട്ട് കൊടുക്കണം. പിന്നെ ഇതാണ് ഇതിൻ്റെ യൂസർ മാനുവൽ എന്ന് പറയുന്നത് ഈ ഐറ്റം. സോ ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് കാര്യങ്ങളൊക്കെ ഇതിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എക്സ്ട്രാ ബോഗീസും പിന്നെ അതേപോലെ തന്നെ കുറച്ച് ട്രാക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഐറ്റം ഇതിൽ നമുക്ക് വെള്ളം നിറച്ചിട്ട് ഇതിൽ ഒഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതിങ്ങനെ തുറക്കുക. ഓക്കെ, ഇതിങ്ങനെ വെള്ളം ഇങ്ങനെ എടുക്കാനുള്ള സംഭവമാണ്. സോ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു RC ട്രെയിനിൻ്റെ ഇതിൽ വന്നിരിക്കുന്നത്. സോ നമുക്കിതൊന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് ഇന്ന് വൈബാക്കിയിട്ട് സെറ്റാക്കാം. സോ ഞാൻ ഫസ്റ്റ് നമ്മുടെ ട്രെയിൻ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ട്രെയിനിൻ്റെ എൻജിനാണ് എടുക്കുന്നത്. സോ ഈ ഒരു ഭാഗമാണ് ഇത് ഓടാനായിട്ട് സഹായിക്കുന്നത്. എൻ്റെ മോനെ, കിടിലൻ സാധനം, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുപോലെ ഇതിലൊരു സ്ക്രൂ ഡ്രൈവറും പിന്നെ നമ്മുടെ ഇതിൽ വെക്കാനുള്ള ഒരു ആൻറ്റിന പോലത്തെ ഒരു ഐറ്റം കൂടെ വന്നിട്ടുണ്ട്. സോ ഇതൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് ആദ്യം നമുക്ക് ഈ ട്രെയിൻ ഇവിടെ വെച്ച് അസംബിൾ ചെയ്തിട്ട് നമുക്ക് അകത്തേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആ ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ ഒന്ന് അലങ്കരിക്കാനുണ്ട്. സോ അതിൻ്റെ ചുറ്റും നമുക്ക് ഇത് വെച്ചിട്ട് ഒന്ന് ഓടിക്കാം. വൈബായിരിക്കും. ഇത് നമ്മുടെ ഹാരി പോട്ടറിലൊക്കെ കാണുന്ന ട്രെയിനിൻ്റെ ഒരു വൈബാണ് എനിക്ക് കിട്ടുന്നത്. ഹാരി പോട്ടർ സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഇങ്ങനത്തെ ഒരു ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നൈസായിട്ടുണ്ട്. അതവിടെ വയ്ക്കാം. പിന്നെ ഇത് ഓരോന്ന് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഓരോ ബോഗീസ് ഗൈസ്. ഇതൊരു ബോഗിയാണ്, ചാർക്കോളൊക്കെ കയറ്റി പോണൊരു ബോഗി. ഇത് പാസഞ്ചേഴ്സ് ബോഗി. പാസഞ്ചേഴ്സ് പോകാനായിട്ടുള്ള ഒരു കാണിച്ചു തരാം. വാവ് ഗൈസ്, ഇതാണ് പാസഞ്ചർ ബോഗി. ഇതിൻ്റെ ഉള്ളിൽ കണ്ടാം ക്ലാസിക് പാസഞ്ചർ. ഇതിൻ്റെ ഉള്ളിൽ ആൾക്കാരൊക്കെ ഇരുന്നിട്ട് പോകാൻ പറ്റും. അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാനൊക്കെ. പിന്നെ ഇതിലും നമുക്ക് കുറേ ഐറ്റംസൊക്കെ ഇട്ടിട്ട് പോകാനുള്ളൊരു ഐറ്റമാണ്. ഇതിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഇട്ട് വയ്ക്കാൻ പറ്റും. സോ ഈ ഒരു ബോഗി ഉണ്ട് കേട്ടോ. അങ്ങനെ ടോട്ടലി 4 ഐറ്റംസാണ് വന്നിരിക്കുന്നത് ട്രെയിനിൻ്റെ ഇതായിട്ട്. പിന്നെ കുറേ ട്രാക്കും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഈ ട്രാക്കും കാര്യങ്ങളൊക്കെ താഴെ പോയി സെറ്റ് ചെയ്യാം. സോ ഇതൊക്കെയാണ് നമ്മുടെ ബോക്സിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ട്രാക്ക് സെറ്റ് ചെയ്ത് ജസ്റ്റ് കാണിച്ചു തരാം. ട്രാക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. ഈ കാണുന്ന ഇത് ഐറ്റം കണ്ട ഈ ഒരു പൊന്തിക്കുന്നത് അത് ഈ കാണുന്ന ഇതിൽ ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. കണ്ട ഇതുപോലെ ആക്കി വെച്ചാൽ നമ്മുടെ ട്രാക്ക് ഇങ്ങനെ സെറ്റ് ആവും. അതേപോലെ കുറച്ച് അധികം ഉണ്ട്. സോ അതങ്ങനെ എല്ലാം വെക്കുമ്പോൾ നമ്മുടെ ട്രാക്ക് അടിപൊളിയാവും ഗൈസിൻ്റെ. അപ്പോൾ ഞാൻ ട്രെയിനിൻ്റെ ട്രാക്ക് ജസ്റ്റ് ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല ഇതിൽ ബാറ്ററി ഇട്ട് കൊടുക്കണം. ബാറ്ററി ഇട്ട് കൊടുക്കാനുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇത് ഈ കാണുന്നതാണ്.
സോ ഇതിനുള്ളിൽ ഒരു 4 ബാറ്ററി ഇട്ട് കൊടുക്കണം. സോ ഞാൻ ബാറ്ററി എടുത്തിട്ട് വരാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ബാറ്ററിയുള്ള സ്ലോട്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ബാറ്ററി ഇതേ ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട്. സോ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇത് വെച്ചിട്ട് ജസ്റ്റ് നടക്കുക. ഇവിടെ ഓണാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഇവിടെ ഓണായിട്ടുണ്ട്. അല്ല വെയിലാണ്. ട്രെയിനിൻ്റെ എഞ്ചിനിലുള്ള ബാറ്ററി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഈ ഒരു ഇതിൽ നമ്മുടെ ബാറ്ററിയും കാര്യങ്ങളും ഇട്ട് കൊടുക്കണം. നമ്മുടെ റിമോട്ടിൻ്റെ ഉള്ളിൽ അത് കാണിച്ചു തരാം. ഈ ബാറ്ററീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇതേ ഇവിടെ ലൈറ്റ് എത്തുന്നുണ്ട്, ഓൺ ആയിട്ടുണ്ട്. ഗൈസ്, പിന്നെ ഇതിൽ ഈ കാണുന്ന സൗണ്ടിൻ്റെ ഇത് അമർത്തി കഴിഞ്ഞാൽ കേട്ടോ സൗണ്ട് വരും. ഗൈസ്, അപ്പോൾ നമ്മുടെ ട്രെയിൻ ചെറിയൊരു പണി വന്നു. ശരിയാക്കാൻ പറ്റാൻ നോക്കട്ടെ. ഈ സാധനം കറങ്ങണില്ല. എന്താ വെച്ചാൽ നമ്മുടെ മിനി മോട്ടർ, ആ മോട്ടർ ഉണ്ട്, ആ മോട്ടർ ഇടയ്ക്ക് സ്റ്റക്കാണ്, കുറച്ച് പരിപാടി ഉണ്ട്. എന്ത് ചെയ്യുന്നറിയില്ല. നോക്കി നോക്കട്ടെ, സെറ്റാവണമെങ്കിൽ കാണിച്ചു തരാം. അല്ലെങ്കിൽ ഞാൻ വെറുതെ കൈ കൊണ്ട് ഓടിച്ചിട്ട് ഞാൻ ട്രെയിൻ കാണിച്ചു തരും. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ബാങ്കുണ്ടിൽ നിന്നൊക്കെ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യണവരാണെങ്കിൽ ഇത് തിരിച്ച് റിട്ടേൺ അവർ എടുക്കില്ല. അതൊരു പ്രശ്നമാണ്. പിന്നെ റിട്ടേൺ എടുക്കണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണം. അങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. സോ ബാങ്കുണ്ടിൽ നിന്ന് എടുക്കുമ്പോൾ അത്രയ്ക്കും ഞാൻ ജെന്യുവൻ റിവ്യൂ ഇടുന്ന പ്രൊഡക്ട്സ് മാത്രം നിങ്ങൾ എടുത്താൽ മതി. ഞാൻ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആമസോണിൽ നിന്ന് കിട്ടണമെങ്കിൽ വാങ്ങിച്ചാൽ മതി. പക്ഷേ ആമസോണിൽ റേറ്റ് ഭയങ്കര കൂടുതലാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ എന്തായാലും ഞാൻ തുറന്ന കാരണം ഇതിൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഗൈസ്, കണ്ടോ ഈ ഒരു പല്ലിൻ്റെ മേലെ ആ മോട്ടറിൻ്റെ ആ ഒരു ഇതുണ്ട്, പല്ലുണ്ട്. ആ പല്ല് ഇതിൻ്റെ മേലെ കൊള്ളുമ്പോഴാണ് കണ്ടോ ഈ സാധനം നമ്മളിങ്ങനെ റൊട്ടേറ്റ് ആവുന്നത്. അപ്പോൾ ഫൈനലി നമ്മുടെ ട്രെയിൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. സോ ഞാൻ ട്രാക്കിൽ വെച്ച് നോക്കാൻ പോവാണ്. ഓടണമെന്ന് അറിയണ്ടേ? ട്രാക്കിൽ വെച്ചപ്പോൾ നമ്മുടെ വണ്ടി നിന്നു. ഗൈസ്, അപ്പോൾ സക്സസ്ഫുള്ളി നമ്മുടെ ട്രെയിൻ കേടായിരിക്കുകയാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇതിൻ്റെ മോട്ടർ വർക്ക് ആവുന്നുണ്ട്. പക്ഷേ ഉള്ളിലത്തെ ഒരു സ്പിൻ ചെയ്യുന്ന പല്ലുകളുണ്ട്. അത് പരസ്പരം ടച്ച് ചെയ്യണില്ല. ടച്ച് ആവാത്തതുകൊണ്ട് നമ്മുടെ വണ്ടി ഇങ്ങനെ ഓടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇത്രയും രൂപ മുടക്കി ഞാൻ ഈ സാധനം വാങ്ങിച്ചിട്ട് വെറും വേസ്റ്റ് ആയിട്ട് ഇനി വെറുതെ കാണാൻ വയ്ക്കാം. കണ്ടോ, ഓടും കൂടി ഇല്ല. കുറേ ആഗ്രഹിച്ചു ഒരു ട്രെയിൻ ഓടിക്കാനായിട്ട്. പക്ഷേ ഇനി അടുത്ത വട്ടം ഒരു നല്ല ട്രെയിൻ വാങ്ങിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ സാധനം കണ്ടോ, ഇത് ഇങ്ങനെ മാത്രമേ ഇനി ഓടിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ റിമോട്ട് വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. റിമോട്ട് വെച്ചിട്ട് വേണമെങ്കിൽ സൗണ്ട് വയ്ക്കാൻ പറ്റുന്നുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ സൗണ്ട് ഓൺ കാണിച്ചു തരാം. സൗണ്ട് ഓൺ ആവും, പക്ഷേ നമ്മുടെ മോട്ടർ വർക്കാവണില്ല. മോട്ടർ വർക്കാവും, പക്ഷേ ഈ ഒരു ടയേഴ്സ് വർക്കാവണില്ല. ഒരുപാട് പേര് പ്രതീക്ഷിച്ചു ഞാൻ ഈ സംഭവം വർക്കാവും, നിങ്ങൾക്ക് അടിപൊളി സംഭവം കാണിച്ചു തരാമെന്നൊക്കെ. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ ഇതാണ്. ഗൈസ്, അപ്പോൾ ഇതുപോലെ വൈബാക്കാനൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്, അവിടെ ക്രിസ്മസ് ട്രീ കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ നമ്മുടെ ട്രെയിൻ ഓടുന്നില്ല. സാധനം അടിപൊളി ലുക്കും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഒരു വിൻറ്റേജ് ട്രെയിനിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ സംഭവം വർക്കാവണില്ല. സംഭവം എന്തായാലും ഞാൻ കാണിച്ചു തരും. ഇതിലത്തെ ബാക്കി ട്രാക്സ് കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ട് അടിപൊളി നമ്മുടെ ക്രിസ്മസ് ട്രീ ഒന്ന് അലങ്കരിച്ചിട്ട് ഒക്കെ ഒരു സെറ്റപ്പ് ഞാൻ കാണിച്ചു തരും. പക്ഷേ ഇത് വർക്കാവാത്തതിൻ്റെ ഒരു വിഷമത്തിലാണ് ഞാൻ ഇരിക്കുന്നത് ഇപ്പോൾ. എന്തായാലും വാങ്ങിച്ചും പോയി നിങ്ങൾക്ക് കാണിച്ചു തരാനും വിചാരിച്ചു. സോ അതാണ് അവസ്ഥ. ശരിയാക്കി കാണിച്ചു തരുമ്പോൾ ടൈം എടുക്കും. അതാണ് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് ക്രിസ്മസിൻ്റെ വീഡിയോ ഇടാനും പറ്റില്ല. അല്ലെങ്കിൽ തന്നെ നമ്മൾ ലോങ് വീഡിയോസ് ഇടുന്ന തന്നെ നല്ല ഗ്യാപ്പ് ഇട്ടിട്ടാണ്. ഇതും കൂടി ഗ്യാപ്പായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര എന്താ പറയുക, ഞാൻ പണിയെടുക്കാത്ത പോലെ ഇരിക്കും നിങ്ങൾ വിചാരിക്കുക. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്കുണ്ടിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. സോ ബാങ്കുണ്ടിയിൽ നിന്ന് വാങ്ങിക്കണ പ്രൊഡക്ട്സ് ഇതേപോലെ കേടാവാനും ചാൻസ് ഉണ്ട്. ഇത് റിട്ടേൺ പോളിസി അവരുടെ കുറച്ച് കഠിനമാണ്. അപ്പോൾ നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കണം റിട്ടേൺ ചെയ്യണമെങ്കിൽ. ഷിപ്പിംഗ് ചാർജ് കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. ആമസോൺ പോലെ ഇല്ല. വെയിൽ. അപ്പോൾ എന്തായാലും ഞാൻ ബാക്കി ട്രാക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ അനിയത്തി സെറ്റാക്കാണ്. ഇതിൻ്റെ മേലെ മാൾ ബൾബ് അത് ഇടണം. പിന്നെ അതിന് ശേഷം ഇവിടെ കുറച്ച് ഐറ്റംസ് ഇരിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഇട്ടിട്ട് അതിന് ശേഷം നമ്മുടെ ട്രെയിൻ ഇവിടെ ഞാൻ സെറ്റാക്കും. സോ അതാണ് നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ജിങ്കിൾ ബെൽസ് ഒക്കെ എടുത്തിട്ട് മേലെ പിന്നെ എവിടെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ ഇതിവിടെ അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ കേടായ RC ട്രെയിനും കാര്യങ്ങളൊക്കെ കൂടി ഉണ്ട്. സോ ഇതെടുത്തിട്ട് നമുക്ക് സൈഡിൽ വയ്ക്കുമ്പോൾ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ടായിരിക്കും. ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ട്രാക്സ് ഒക്കെ ഞാൻ ഇതിൻ്റെ മേലെ സെറ്റാക്കാൻ പോവുകയാണ്. നമ്മുടെ ബൾബും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. സോ ട്രാക്കിന് ചുറ്റും സെറ്റാക്കിയിട്ട് നമ്മുടെ ട്രെയിനും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ട്രാക്കും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. കണ്ടത് ഇത്ര ഉണ്ട് ട്രാക്ക് എന്ന് പറയുന്നത് ചുറ്റും. പക്ഷേ നമ്മുടെ ട്രെയിൻ വർക്കാവുകയാണെങ്കിൽ നല്ല രസമായതിനെ കാണാനായിട്ട്. എന്ത് ചെയ്യാം. അപ്പോൾ നമ്മുടെ ട്രെയിനും കാര്യങ്ങളൊക്കെ ഞാനിവിടെ സെറ്റ് ആയിട്ടുണ്ട്. പക്ഷേ മെയിൻ സംഭവം വെച്ചാൽ ഇത് വർക്കാവില്ല. എന്തൊരു കഷ്ടം നോക്ക്.
അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇതിന് മേലെ കൂടെ ഇതുപോലെ വരുന്നുണ്ട്. ചുജു 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 ചുജു. ഇത് മറ്റേ സൗണ്ടൊക്കെ ഓൺ ആവട്ടോ. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട സൗണ്ടൊക്കെ ഓൺ ആവുന്നുണ്ട്, പക്ഷേ വർക്കാവില്ല. ഓപ്ഷൻസ് എന്തൊക്കെ നമ്മുടെ സ്പീഡ് കൂട്ടാൻ ഓപ്ഷൻ വന്നിട്ടുണ്ട്, പിന്നെ റിവേഴ്സ് എടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്, പിന്നെ വണ്ടി നിർത്താനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, പിന്നെ സൗണ്ടിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. കൂടി കിട്ടിയാൽ നമ്മുടെ വെള്ളം നിറയ്ക്കാനുള്ള മറ്റേ സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ പുക വരാനായിട്ട്, അത് നമ്മുടെ വണ്ടി ഓടിയാൽ മാത്രമേ വർക്കാവുള്ളൂ. ഇത്രയൊക്കെയാണ് നമ്മുടെ ട്രെയിനിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് കിട്ടിയ ട്രെയിനിൻ്റെ പോലെ തന്നെ എല്ലാവർക്കും കിട്ടണമെന്നില്ല, പക്ഷേ ചെറിയൊരു പണി കിട്ടിയത് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു പല്ല് പോലത്തെ സംഭവം അത് തിരിയുണ്ടായിരുന്നില്ല. അതാണ് പ്രശ്നം പറ്റിയത്. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ എന്ന് പറയുന്നത്.